ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കാം. എന്നത്തെയും പോലെ തന്നെ ഇന്നും നല്ല തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇന്ന് എനിക്ക് ഓഫീസിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ 9 മണിൻ്റെ ബസ്സിന് പോകണം കേട്ടോ. അപ്പോഴത്തേന് നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും അതേപോലെ തന്നെ ലഞ്ചിനുള്ളതും ഒക്കെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിതാ കിച്ചണിൽ വന്ന് ഇന്ന് കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ കിച്ചണിൽ. അപ്പോൾ ചോറ് അടുപ്പത്തിട്ടിട്ടുണ്ട്, ചോറ് വേവാനായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ദോശമാവുണ്ട്, അപ്പം ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതേപോലെ തന്നെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിനി രാത്രിയിൽ, അപ്പോൾ അതുകൊണ്ട് കറി ഉണ്ടാക്കണം. പിന്നെ ഇന്ന് വീട്ടിൽ പണിക്കാരും ഉണ്ട് കേട്ടോ. പണിക്കാർക്ക് ഫുഡൊന്നും കൊടുക്കണ്ട, എന്നാലും നമ്മൾ വീട്ടിലില്ലെങ്കിൽ അവർക്ക് വെള്ളമൊക്കെ ചോദിക്കുമ്പം ഒരു ഗതികേടല്ലേ. അപ്പം ഇന്ന് ബാവും പുറത്ത് പോവുകയാണ്, ഞാനും പോവുകയാണ്. ബാബു ഇപ്പോൾ പോവില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ പോവുള്ളൂ. ഒരേ കടയ്ക്കുള്ള അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയോ വാങ്ങിക്കാൻ പോകണം പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ എന്തായാലും എൻ്റെ പണികളൊക്കെ ഞാൻ പെട്ടെന്ന് തീർക്കാൻ നോക്കുകയാണ്. അപ്പോൾ ചോറ് ഞാൻ പറഞ്ഞല്ലോ വേവാനായിട്ടുണ്ട്. അപ്പോൾ ഇനി ഗ്രീൻ പീസ് അടുപ്പത്ത് വെക്കാമെന്ന് കരുതി. അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സവാളയും അതേപോലെ തന്നെ ക്യാരറ്റ്, തക്കാളി, സവാള, കിഴങ്ങ് അങ്ങനെയുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചോറ് ഞാൻ ഗ്യാസുമ്മ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുപ്പത്ത് ദോശ ഉണ്ടാക്കും ചെയ്യാം. ഇവിടെ കറി അടുപ്പത്ത് വെച്ചാൽ പിന്നെ ദോശ ഉണ്ടാക്കാൻ പോകുമല്ലോ. അപ്പോൾ ഇതാ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ വേഗം ഗ്രീൻ പീസ് കഴുകിയത് കുക്കർക്ക് ഇട്ട് കൊടുത്തു. ആ വെജിറ്റബിൾസൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ. പിന്നെ എരിവിന് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. ഇല്ലെങ്കിൽ മസാലപ്പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറുമ മസാല ചേർത്താലും മതി. എൻ്റെ അടുത്ത് കുറുമ മസാലയൊക്കെ ഉണ്ടേനി, ഞാൻ പിന്നെ അപ്പം മറന്നുപോയി. അപ്പോൾ കുറുമ മസാല ചേർത്താൽ പിന്നെ വേറെ മസാലപ്പൊടികളും ചേർക്കേണ്ട. കുറച്ച് തേങ്ങ അരച്ചൊഴിച്ച് ഒന്ന് കറി തൂമിച്ചാൽ കറി റെഡിയായി. അപ്പോൾ ഞാൻ വിട്ടതാട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കുക്കർക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അത് അടച്ച് വെച്ചിട്ട് ഇവിടെ വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി അതവിടെ കടന്നിട്ട് വേവട്ടെ. പിന്നെ ദോശമാവൊക്കെ തലേ ദിവസം റെഡിയാക്കി വെച്ചിട്ടാണെങ്കിൽ കിച്ചണിൽ വന്ന് ആദ്യം തുറന്നു നോക്കുക അതാണ് മാവ് പൊങ്ങി വന്നിക്കണോന്ന്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വന്ന് തുറന്നു നോക്കിനി കേട്ടോ. അപ്പോൾ മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പം ഉപ്പൊക്കെ ഞാൻ ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് മാവൊക്കെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇഡ്ഡലി ചുട്ടാലും മതി, ദോശ ഇട്ടാലും മതി. അപ്പം ഇന്ന് ദോശയാക്കാമെന്ന് കരുതി. നാളെ ഇഡ്ഡലി ഉണ്ടാക്കുക, ഇന്ന് ദോശയാക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ അടുപ്പ് ഇന്ന് പെയിൻ്റ് അടിക്കുവയ്ക്കാരോ. അപ്പോൾ പിന്നെ ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് ഇനി അടുപ്പത്ത് പാത്രങ്ങളൊക്കെ കമിഴ്ത്തി വെച്ചതൊക്കെ ഇന്നലെ ഇതുമൊന്ന് എടുത്ത് വെച്ചതാണ്, ഒരു ഇത് കഴുകാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി അതും കൂടെ അടുപ്പും കൂടെ പെയിൻ്റ് അടിച്ചൊക്കെ റെഡി ആക്കട്ടെ, എന്നിട്ട് പിന്നെ അങ്ങോട്ട് വെക്കാമെന്ന് കരുതി. പിന്നെ നമ്മളെ നനച്ചുളി ഇന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. ഇന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച കേട്ടോ. ബുധനാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്, വ്യാഴാഴ്ചയാണ് വീഡിയോ കോഴ്സ് കൊടുക്കുന്നത്. അതാണ് കേട്ടോ ഇന്ന് അന്ന് എന്നൊക്കെ പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ദിവസമൊക്കെ പറഞ്ഞു തരുന്നത്. അങ്ങനെ ഞാൻ അടുപ്പൊക്കെ വന്ന് കത്തിച്ച് നമ്മളെ ദോശച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേഗം ദോശ ചുട്ടെടുക്കാം. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾ ഏത് ജില്ലയിലാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യോണ്ടെന്നൊക്കെ പറഞ്ഞിനി. അപ്പോൾ കുറേ കൂട്ടുകാർ ഓരോ ജില്ലയും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം. കുറേ ദൂരത്തു നിന്നൊക്കെ നമ്മളെ വീഡിയോ ആളുകൾ കാണുന്നുണ്ട്, അതറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. സൗദിയിൽ നിന്ന് കാണുന്നുണ്ട്, ലക്ഷദ്വീപിൽ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോരുത്തരുടെ കമൻറ്റ് വായിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിന്. അപ്പോൾ വീട്ടിൽ വെക്കണ ഫോൺ കിട്ടിയില്ല, അന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ടേ മക്കളെ കയ്യിലാണ്. അപ്പോൾ ഞാനത് നോക്കിയിട്ട് വായിക്കണം എന്ന് വിചാരിച്ചിന് കേട്ടോ. അന്നത്തെ വീഡിയോയിൽ ഓരോരുത്തരുടെ കമൻറ്റും ഇങ്ങനെ മാഷാ അല്ലാഹ് നല്ല നല്ല കമൻറ്റ്സ് ആയിന് കേട്ടോ. അതേപോലെ നമ്മളെ ചാനൽ ചെക്ക് ചെയ്ത് നോക്കലുണ്ട്, എന്തെങ്കിലും റെസിപ്പിയൊക്കെ തരുമ്പോഴേ ഐഫ കിച്ചണിൽ നോക്കിയിട്ടാണ് ഉണ്ടാക്കൽ എന്നൊക്കെ പറഞ്ഞപ്പം ഭയങ്കര സന്തോഷം. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടും നിങ്ങളെ സപ്പോർട്ട് വേണം കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ഇവിടെ വരെ എത്തിയത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടും നിങ്ങളെ സപ്പോർട്ട് വേണം. അപ്പോൾ നമ്മൾ ദോശ ചുടുന്നതിൻ്റെ അടിയിൽ ഇനിയിപ്പം ചിഞ്ചുമോൾക്ക് ക്ലാസ്സിന് പോകാനായി തുടങ്ങിയിട്ടുണ്ട്. 7:30 പോകണോക്ക്. അപ്പോൾ ഞാൻ ചോറിന് കൂട്ടാൻ ഇന്ന് ചീരയായിട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചീരപ്പേരിയൊക്കെ ഞാൻ വേഗം ചീരയൊക്കെ കഴുകി പിന്നെ അരിഞ്ഞൊക്കെ എടുക്കുന്നുണ്ട് ദോശ ചുടുന്നതിൻ്റെ അടിയിൽ. അപ്പോൾ വന്നുകൊണ്ട് എന്നോട് പറഞ്ഞു എനിക്കായിട്ട് ഇപ്പം ഉണ്ടാക്കേണ്ട ചീരപ്പേരി കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയാലും മതി, എനിക്ക് ദോശ മതി പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെ ഉണ്ടാക്കാൻ. ഇനിയിപ്പം ബാബു ചിലപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്താണെങ്കിലോ വരിക വിചാരിച്ചിട്ട്. പിന്നെ അതേപോലെ മഞ്ജുമോൾക്കും വേണ്ട കൊണ്ടുപോകുക കൂട്ടാൻ, ചോറും കൂട്ടാനൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ പിന്നെ വേഗം ചീരയാൻ അരിയാൻ നിൽക്കുന്നുണ്ട് കേട്ടോ.
ഇത് മുഴുവനൊന്നും എടുക്കണില്ല, പകുതി എടുക്കുക. പകുതി എടുത്തിട്ട് ഇപ്പോൾ ഉപ്പേരിയാക്കി വെക്കാമെന്ന് കരുതി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ദോശ ചട്ടിയിൽ നിന്ന് എടുക്കുന്നുണ്ട്, പിന്നെ ദോശക്ക് മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ഒക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾ ഗേൾസിന് മാത്രമേ ഗിഫ്റ്റ് കൊടുക്കുള്ളൂ ബോയ്സിന് കൊടുക്കൂലേ ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഗേൾസിന് മാത്രം എന്നല്ല കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്തിട്ട് അതിന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് ടോപ്പ് കമൻറ്റിൽ വരുന്നവർക്കാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളത്. അത് ബോയ്സ് ആണെങ്കിൽ ബോയ്സിനും കൊടുക്കും കേട്ടോ, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നത് നമ്മളെ ഉണ്ണിയപ്പച്ചട്ടി ഉണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യം വന്നേ ആ ഉണ്ണിയപ്പച്ചട്ടി കേട്ടോ കൊടുക്കുന്നത്. ഇപ്പോൾ ജസീല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയിൽ നിന്നാണല്ലോ അവർക്കാണല്ലോ ഗിഫ്റ്റ് കിട്ടിയത് ഇപ്രാവശ്യം. അപ്പോൾ അവർക്ക് അതാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. അപ്പം കൊടുത്തിട്ടില്ല ഞാൻ ഇന്നിപ്പം, ഞാൻ പറഞ്ഞല്ലോ ഒന്ന് നനച്ചുള്ളിൻ്റെയൊക്കെ തിരക്കിലാണ്. അപ്പോൾ ഇനി പുറത്ത് പോകുമ്പോൾ ഞാനത് അയച്ചു കൊടുക്കും, കൊറിയർ ഓഫീസ് പോകണം അയച്ചു കൊടുക്കാൻ. അപ്പോൾ ഇപ്പോൾ എന്നും ഇങ്ങനെ വീട്ടിൽ നിന്ന് പോക്കായതുകൊണ്ടേ നനച്ചുള്ളിപ്പണി ഒന്നും നടക്കണില്ല. അപ്പോൾ ഇന്ന് ഏതായാലും പുറത്തൊന്നും പോവാതെ വേഗം നനച്ചുള്ളിപ്പണി എടുക്കട്ടെ, കുട്ടികൾക്കും ലീവല്ലേ. അപ്പോൾ എല്ലാവരും കിട്ടിയപ്പോഴേ ചിഞ്ചുമോളെ റൂം ഓളെടുക്കാൻ പറഞ്ഞാണ്, ഓളെടുക്കണമുണ്ട്. അപ്പോൾ മറ്റൊരിതൊക്കെ ഇനി മറ്റു റൂമുകളും കാര്യങ്ങളൊക്കെ കുട്ടികളെയും ബാബുവിനെയൊക്കെ കുട്ടികളുടെ വേഗം ചെയ്യട്ടെ. നിങ്ങളതൊക്കെ കഴിഞ്ഞ് റാഹത്തായിട്ടിരിക്കേക്കാരല്ലേ. അപ്പോൾ ഇൻഷാല്ലാ 2 ദിവസം കൊണ്ട് എൻ്റെതും ഞാൻ തീർക്കും. അപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടോ. കറിയൊക്കെ ഞാൻ വേഗം വറവിട്ടെടുത്തിട്ടുണ്ട്. തേങ്ങയൊക്കെ അരച്ചൊഴിച്ച് കൊടുത്തിന്. തേങ്ങ അരക്കാത്ത കറി എൻ്റെ ബാബുവിന് ഇഷ്ടമല്ല, അതുകൊണ്ട് പിന്നെ ഞാൻ തേങ്ങ അരച്ച കറികൾ തന്നെയാണ് രാവിലെ അധികം ഉണ്ടാക്കൽ കേട്ടോ. രാവിലെ ഉച്ചക്കൊക്കെ ബാബുവിന് തേങ്ങ അരച്ച കറി തന്നെയാണ് ഇഷ്ടം. എന്നാലും ചിലപ്പോൾ ഇപ്പോൾ തിരക്കാകുമ്പോൾ ഒന്നും പറയുന്നില്ല. അപ്പോൾ അത് ആ ചിഞ്ചുവിനുള്ള ദോശയും വേഗം പാത്രത്തിലാക്കി കൊടുക്കുന്നുണ്ട്. കറി വേറെ പാത്രത്തിൽ കൊണ്ടുപോയാൽ മതി, പക്ഷേ ഓൾക്ക് ഇങ്ങനെയാണ് ഇഷ്ടം. ഒരപ്പം വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ കൂടെ കുറച്ച് കറി ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതേപോലെ അതപ്പാണേലും ചപ്പാത്തി ആണെങ്കിലും ഒക്കെ കേട്ടോ. പിന്നെ അതിൻ്റെ മേലെ വേറൊരു അപ്പം വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ കൂടെയും കുറച്ച് കറി ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് നല്ലൊരു ഇതിൽ ആക്കിയിട്ട് കെട്ടിയിട്ടാണ് ഓൾ ബാഗിൽ ഇടുള്ളൂ കേട്ടോ. അങ്ങനെ കറി ഒലിച്ച് പോകുമൊന്നുമില്ല. അങ്ങനെ ഓൾക്കുള്ളതാക്കി കൊടുത്തു. പിന്നെ ചായക്കോള് കുടിക്കണ്ട. പിന്നെ ഞാൻ ചീരപ്പേരി ഉണ്ടാക്കട്ടെ, എന്നാൽ പിന്നെ മഞ്ജുമോള് ചോറും പാത്രത്തിലാക്കി വെച്ചാൽ പിന്നെ ഓൾക്ക് പോകാനാകുമ്പോൾ ഓളും പോയിക്കോളും. ഇപ്പോൾ പിന്നെ ഒരപ്പച്ചൂടെ ഉണ്ടായതുകൊണ്ട് എനിക്ക് സമാധാനമാണ്. കാരണം എന്താ വെച്ചാൽ ഓരോ കൊണ്ട് കൂടണ്ട, മറ്റേത് നമുക്ക് ഫുഡ് മാത്രം ഉണ്ടാക്കിയാൽ പോലെ ഓരോ കൊണ്ടാക്കി കൊടുക്കും വേണം. ചിഞ്ചുവിനെ ബസ് സ്റ്റോപ്പിൽ ആക്കണം, മഞ്ജുമോളെ സ്കൂൾക്ക് ആക്കണം, അതേപോലെ ഐഫക്കുട്ടിനെ മദ്രസക്ക് ആക്കണം, റിച്ചുമോനെ മദ്രസക്ക് ആക്കണം. 4 ആളിങ്ങനെ കൊണ്ടുപോയി വിടുമ്പോഴേ അതൊരു ഗതികേടാണ്. ഐഫക്കുട്ടിനെയും റിച്ചുവിനും പിന്നെ സ്കൂൾ ബസ് ഉണ്ട്, അങ്ങനെ പോകും. മദ്രസക്ക് പോകുമ്പോൾ നേരത്തെ ആയതുകൊണ്ട് ഇപ്പോൾ ഇരുട്ടാണ്, അപ്പോൾ പിന്നെ കൊണ്ടാക്കി കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് പേടിയാണ്, വല്ല ജന്തുക്കളുണ്ടോ അല്ലേന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നമ്മളതിലേക്ക് പുലി ഇറങ്ങിയാണ് കേട്ടോ, പൂക്കൂട്ടുംപാടം ഭാഗത്ത് കൂടെയൊക്കെ. അപ്പോൾ കുട്ടികൾ ഒറ്റയ്ക്ക് വിടുമ്പോൾ നമുക്കൊരു പേടിയല്ലേ. അപ്പോൾ അങ്ങനെ ഒലെ കൊണ്ടാക്കി കൊടുക്കലും കൊണ്ടല്ലൊക്കെ ഇപ്പം ഏതായാലും കുറേ ഭാവമുണ്ടായതുകൊണ്ട് പിന്നെ അങ്ങനെ കൊണ്ടാക്കി കൊടുത്തോളൂ. അപ്പോൾ ഫുഡ് ഉണ്ടാക്കിയാൽ മതി. പിന്നെ എനിക്കും വേണമല്ലോ പോവുക, എൻ്റെ സമയമാകുമ്പോഴത്തേന് എനിക്കും പോകണം. അപ്പോഴത്തേന് വേഗമൊക്കെ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ചീരപ്പേരി ഉണ്ടാക്കാൻ പിന്നെ എളുപ്പമാണ്, ചീര എളുപ്പം വേവുമല്ലോ. എനിക്കിഷ്ടം കേട്ടോ ഈ ഒരു പച്ചച്ചീര. അപ്പോൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഉള്ളിയൊക്കെ അരിഞ്ഞ് തൂമിച്ച് പിന്നെ വറ്റൽമുളകും ഒക്കെ ഇട്ട് കൊടുത്ത്, ചീരി ഇട്ട് കൊടുത്ത്, ഉപ്പ് ഇട്ട് കൊടുത്ത്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താണ്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്ത്, പിന്നെ കുറച്ച് തേങ്ങ ചിരവിയതും പച്ചമുളക് കട്ട് ചെയ്തതൊക്കെ ആദ്യം ഇട്ട് കൊടുത്തിന് കേട്ടോ. അപ്പം തേങ്ങ ചിരവിയത് ഇട്ട് കൊടുത്താണ്ട് ഒന്ന് ഇങ്ങോട്ട് ആവി കയറ്റി എടുത്തിട്ട് പിന്നെ ഇതേപോലെ ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ചീരൻ്റെ തണ്ടൊക്കെ നല്ലോണം വെന്തിക്കണ്. അങ്ങനെ ചീരപ്പേരി ഇവിടെ ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ചോറിനിപ്പോൾ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കേണ്ട പറഞ്ഞാണ് ബാബു. അപ്പോൾ ഫ്രിഡ്ജിലുണ്ട് കേട്ടോ, ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കിയ കറിയുണ്ട്, പരിപ്പ് കറി ഉണ്ടാക്കിയതുണ്ട്. അപ്പോൾ അത് ചൂടാക്കി കഴിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. പിന്നെ മീൻ ഞാൻ ഐസൊക്കെ വിടാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിനി. അപ്പോൾ ഐസൊക്കെ വിട്ടിട്ടുണ്ട് ഇപ്പം. അപ്പോൾ മീനിൽ ഉപ്പുമുളകൊക്കെ തേച്ച് വെച്ചാൽ മതി, പൊരിക്കണ്ട, കഴിക്കാനാകുമ്പോൾ ഞാൻ പൊരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനും തന്നെ മസാല തേച്ച് വെക്കാം കേട്ടോ. ഞാൻ വിചാരിച്ച് പൊരിച്ച് വെച്ചാൽ പിന്നെ അങ്ങനെ വിശക്കുമ്പോൾ എടുത്താണ്ട് കഴിച്ചോളും വിചാരിച്ചിട്ടാണ്. അപ്പോൾ ബാബു ഉച്ചക്ക് വരുമോ ഇല്ലെന്നൊന്നും ഉറപ്പില്ല, ഉച്ചയാകുമ്പോഴത്തേന് എത്തുമോയെന്ന് അറിയില്ല. ഇനി എത്താണെങ്കിൽ തന്നെ ഞാൻ പൊരിച്ചാണ്ട് കഴിച്ചുകൊണ്ട് ഉപ്പും മുളകും തേച്ച് വെച്ചാൽ മതി, എനിക്ക് പോവാൻ നേരം വൈകണ്ട, വേഗം പോവാൻ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞാനൊന്നാൽ മസാല തേച്ച് വെക്കാമെന്ന് കരുതിട്ടോ. പിന്നെ അവിടെ ഉച്ചക്ക് കഴിക്കാൻ ആരും ഇല്ലല്ലോ, ഞങ്ങൾ രണ്ടാളും തന്നെയല്ലേ ഉച്ചക്ക് പിന്നെ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ പിന്നെ ഇന്ന് ഓഫീസിൽ പോകണോണ്ട് അവിടെ നിന്ന് കാര്യം ഫുഡ് കഴിച്ചൽ. അപ്പം അങ്ങനെ മീനൊക്കെ മീൻ ഇന്ന് വെട്ടിയത് നല്ല വൃത്തിയിൽ വെട്ടീന് കേട്ടോ. ചിലപ്പോൾ മീൻ വെട്ടിയത് നന്നാവലില്ല, ചെറിയ പീസായി കണ്ടൊക്കെ കേൾക്കാറ്. ഒന്ന് നല്ല പരന്ന പീസാക്കി കട്ട് ചെയ്ത് തന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനത്തെ പീസുകൾ മാത്രം നോക്കിയാണ്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാബു എനിക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞ് തരികയാണ് കേട്ടോ, ചതച്ചതില്ലേനും മീനിൽ മസാല തേക്കാൻ.
അപ്പോൾ എന്നോട് പറഞ്ഞ് എനിക്ക് ചായ എന്നിട്ട് ബാക്കി നോക്കിക്കോ പറഞ്ഞ്. അപ്പോൾ എന്നാൽ ഓൾക്ക് ചായ എടുത്ത് കൊടുക്കാമെന്ന് കരുതി കറിയൊക്കെ ഞാൻ പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ പിന്നെ ആ കുക്കർ കൊണ്ട് കഴുകി വെക്കാം. അങ്ങനെ ദോശയ്ക്ക് ആ സമയമൊക്കെ ആയപ്പോഴത്തേന് ചുട്ട് കഴിഞ്ഞും ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ ദോശയും ഗ്രീൻ പീസ് കറിയും പിന്നെ ഇന്നലെ രാത്രിയിൽ മീൻ പൊരിച്ചതും ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അതും ഒക്കെ കൂട്ടിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഞാനിപ്പോൾ അരിഭക്ഷണം നല്ലോണം കുറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വല്ലാതെ അരിഭക്ഷണം ഒന്നും കഴിക്കലില്ല. പിന്നെ എന്നാൽ ഉച്ചക്ക് ചോറൊക്കെ തന്നു കേട്ടോ. ഈ വീഡിയോ എടുത്ത് അന്ന് ഓഫീസിൽ നിന്നാണ് ചോറ് കഴിച്ചിരുന്നത്. അപ്പോൾ ആ ഹോട്ടലത്തെ ചോറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചോറും കറിയൊക്കെ. അപ്പോൾ എല്ലാവരും കഴിച്ചപ്പോൾ ഞാനും ഒന്ന് ഉച്ചക്ക് ചോറൊക്കെ കഴിച്ചിട്ടുണ്ട്. ചിലപ്പം ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ കുറച്ചൊക്കെ കഴിക്കലുള്ളൂ. എന്നാലും വിശക്കുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കക്കരിയോ എന്തെങ്കിലുമൊക്കെ എടുത്ത് അങ്ങനെ കഴിക്കാം. അപ്പോൾ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ കാണാം ഷുഗർ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ഷുഗർ കൂടുതലായാൽ ബുദ്ധിമുട്ടാണ്. 447 അല്ലേ എനിക്ക് ഉണ്ടായിരുന്നത് അന്ന്. പിന്നെ ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. ഇപ്പം എനിക്ക് കുറഞ്ഞു നോക്കും. ഇപ്പം ഞാൻ ഗുളികയൊക്കെ കഴിക്കുന്നുണ്ട്. രാവിലെ 2 ഗുളികയും രാത്രി 1 ഗുളികയാണ് കേട്ടോ. ഫസ്റ്റിൽ എനിക്ക് രാവിലെ മാത്രമേ ഉള്ളൂ ഇനിയും ഗുളിക കഴിക്കാണ്ടായിരുന്നത്. പിന്നെ ഷുഗർ നോർമലായപ്പോൾ സാറ് പിന്നെ ഗുളിക കുടിക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ഗുളിക കഴിക്കൽ നിർത്തിയതാണ്. അങ്ങനെയാണ് പിന്നെ അങ്ങനെ ഫുഡ് കൺട്രോളിങ്ങും ഒക്കെ ഉണ്ടായിനി. പിന്നെ ബാബു വന്നാൽ പിന്നെ ചായയൊക്കെ കുടിക്കൽ കുറച്ച് കൂടുതലായിനി, ചോറുന്നലും ഒക്കെ അങ്ങനെ കൂടിയതാണ് കേട്ടോ. അപ്പം ഇനി എന്തായാലും ആ കൺട്രോളിൽ തന്നെ അങ്ങനെ പോവാം. അതേപോലെ തന്നെ രാവിലെ കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് കിച്ചണിക്ക് വരല്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും. അപ്പോൾ എന്തായാലും മീനിൽ മസാലയൊക്കെ തേച്ച് വെക്കണ്ടേ. അവിടെ പൊരിക്കാനൊന്നും നിന്നിട്ടില്ല. പിന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിനി. അപ്പോൾ വേഗം അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന്. അപ്പോൾ ഞാൻ പോകുമ്പോൾ ഇവിടെ വീട്ടിൽ പണിക്കാരുണ്ട്. പിന്നെ ഒരുപാട് വീഡിയോസൊന്നും ഞാൻ എടുക്കാൻ നിന്നിട്ടില്ല കേട്ടോ. വീഡിയോ എടുക്കാൻ നിന്നാൽ എൻ്റെ ബസ് പോയാൽ പിന്നെ റിവ്യൂ മീറ്റിങ്ങിന് പോകല് നടക്കൂല. അപ്പോൾ പിന്നെ സാറന്മാരെ കയ്യിൽ നിന്നില്ല വഴക്കും കേൾക്കേണ്ടി വരും. അപ്പോൾ പിന്നെ വേഗം ഞാൻ പോവാൻ നോക്കി. അപ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ പോയപ്പോൾ ഇങ്ങനെ എടുത്താണ് ഇവരിങ്ങനെ ഓടൊക്കെ പെയിൻ്റ് അടിക്കുന്നുണ്ട്. പിന്നെ ഓഫീസിലെത്തി. ഓഫീസിലത്തെ കാര്യങ്ങളൊന്നും പിന്നെ വീഡിയോ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം കൂടെ മീറ്റിംഗ് ഉണ്ടായിന്. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് അടിപൊളിയേനും. ഞാൻ സാദാ ചോറും അതേപോലെ തന്നെ മീൻ പൊരിച്ചതും അതേപോലെ അതിക്കുള്ള കറിയും ഉപ്പേരിയും പപ്പടമൊക്കെ കൂട്ടിയിട്ടാട്ടോ കഴിച്ചത്. എൻ്റെ കൂടെല്ലോലൊക്കെ അധികം ബിരിയാണിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനും സാറുമാരും സാദാ ചോറും കഴിച്ച്. എനിക്ക് സാദാ ചോറാട്ടോ പുറത്ത് പോയാൽ ഇഷ്ടം. അപ്പോൾ നിങ്ങൾ പറയില്ലേ അതന്നെ എൻ്റെ ഷുഗർ മാറാത്ത. എനിക്കെന്താ അറിയില്ല, എനിക്ക് സാദാ ചോറ് എത്ര തിന്നാലും മടുക്കൂല. അപ്പം അങ്ങനെ ഞാൻ ഓഫീസൊക്കെ കഴിഞ്ഞ് വന്നു. അകത്ത് കയറിയിട്ട് പിന്നെ പുറത്തിറങ്ങിയതാട്ടോ. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് ചായക്ക് കടിയൊക്കെ വാങ്ങിപ്പോന്നിനി. ഇന്ന് സാലറി ഒക്കെ കിട്ടുന്ന ദിവസമാണ്. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ നമുക്ക് നമ്മളെ കയ്യിൽ നമ്മൾ അധ്വാനിച്ച ഒരു മാസത്തെ അധ്വാനത്തിൻ്റെ ഫലം കയ്യിൽ കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ കുട്ടികൾക്ക് വാങ്ങിച്ചു പോരും. പിന്നെ വല്ലാതെ ഒന്നും വാങ്ങിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഉപ്പച്ചി ഉള്ളതുകൊണ്ട് ഉപ്പച്ചി പുറത്ത് പോയി വരുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊണ്ടുവരലുണ്ട്. അപ്പം അങ്ങനെ ഞാൻ വന്നിട്ട് പിന്നെ പുറത്തിറങ്ങി ഇങ്ങനെ ഓടൊക്കെ പെയിൻ്റ് അടിച്ചൊക്കെ ഒന്ന് നോക്കിയതാട്ടോ. അപ്പം ഈ ഒരു കളറാണ് ഓട് പെയിൻ്റ് അടിച്ചിട്ടുള്ളത്. കുറച്ചൊക്കെ 2 സൈഡും അടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ച് ഒരു ഭാഗം മാത്രമേ അടിച്ചിട്ടുള്ളൂ. പിന്നെ നാളെ വരുവയ്ക്കാരം ബാക്കിയുള്ളത് അടിക്കാൻ. അതേപോലെ നമ്മൾ അടുപ്പും ഒരു കോട്ട അടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിയായിട്ടൊന്നുമില്ല. ഈ അടുപ്പിൻ്റെ ആ ബ്ലാക്ക് കളറുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെ ബ്ലാക്ക് അല്ല കേട്ടോ കൊടുത്തിരിക്കണം, ഒരു മുന്തിരി കളറാണ്. അപ്പോൾ അതും ഒരു കോട്ട അടിച്ചിട്ടുള്ളൂ. അതേപോലെ അടുക്കള ഭാഗത്ത് ആ ഒരു ചുമരും ഒരു കോട്ട അടിച്ചാണ്. അപ്പോൾ വൃത്തിയാക്കണം കേട്ടോ അവിടെയൊക്കെ. ഇനിയിപ്പോൾ ഓരോന്ന് നന്നാകുമ്പോൾ ഓരോന്ന് നന്നാക്കാനല്ലേ ബുദ്ധി. ഇനിയിപ്പോൾ ആ നിലമൊന്ന് വൃത്തിയാക്കണം, അല്ലെങ്കിൽ അവിടെയൊക്കെ വൃത്തിയാടേക്കാരം. ഇനി നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വാങ്ങിച്ചിട്ട് ഇൻഷാ അല്ലാഹ് അവിടെ വെക്കണം എന്നാണ് ഞാൻ വിചാരിക്കണത്. അപ്പോൾ ഓരോന്നോരോന്ന് അങ്ങനെ നന്നാക്കി എടുക്കട്ടെ. അപ്പോൾ ഓട് അത്യാവശ്യം ഉണ്ട്. അത് നമ്മൾ കുറച്ച് നീളത്തിലിടുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വേണ്ടിയിട്ട് ഒരു 450 ഓടൊക്കെ ഉണ്ട് കേട്ടോ അത്. അപ്പോൾ ഇനി ഇത് മേഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കാം. ഓടിൻ്റെ കളർ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക്. പിന്നെ നമ്മൾ ആ പട്ടികയൊക്കെ ഈ കളറിലാണ് അടിച്ചിട്ടുണ്ടെങ്കിൽ പെയിൻറ്റ്. അപ്പോൾ പിന്നെ ആ കളർ തന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാട്ടോ. ഓട് കഴുകിയപ്പോൾ തന്നെ നല്ല വൃത്തിയായിക്കണ്. എന്നാലും പെയിൻറ്റ് അടിച്ചാണ്ട് വെച്ചാൽ പിന്നെ അതിമ്മക്ക് നോക്കണ്ടല്ലോ. അപ്പോൾ അത് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പം ഇന്ന് ഹർത്താലായതുകൊണ്ട് പണിക്കാർ വന്നിട്ടുമില്ല. പിന്നെ ഈ വീഡിയോ കോഴ്സ് കൊടുക്കണം അന്ന് കേട്ടോ. നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആയിക്കാരം. ഞാൻ കുറേ പണിക്കാരുണ്ട്, കുറേ പണിക്കാരൊന്നുമില്ല ഒക്കെ പറയും. അതുകൊണ്ടാണ് കേട്ടോ ക്ലിയർ ആയിട്ട് പറയണത്. അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഒരു കൊട്ടും കൂടിയൊക്കെ അടിക്കുമ്പോൾ അതും വൃത്തിയായിക്കോളും. രാവിലെ ഞാൻ അപ്പം ചുട്ടുപോയ അടുപ്പാട്ടോ. ഇപ്പോൾ വന്നപ്പോൾ എന്തായാലും വൃത്തിയാക്കണം. ഇനി
ശരിക്കാണ്ടായിട്ടില്ല, ഒരു കോട്ട മാത്രമേ അടിച്ചിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ മേലെ കൂടെ ഒന്നും കൂടിയൊക്കെ വരുമ്പോൾ നല്ല ഉഷാറായിക്കോളും. ഈ അടുപ്പ് എനിക്ക് മാറ്റാൻ തോന്നണില്ല. ചിലരൊക്കെ എന്നോട് പറയും ഇത് മാറ്റിയാണ്ട് ഇവിടെ ആലു അടുപ്പാക്കിക്കളാം, പക്ഷെ എനിക്കെന്തോ അതിന് തോന്നണില്ല കേട്ടോ. കാരണം എനിക്ക് ആദ്യമേ ഇരുമ്പിൻ്റെ അടുപ്പ്, സാധാ അടുപ്പാണ് ഇഷ്ടം. പിന്നെ പറഞ്ഞാൽ ആ ഒരു അടുപ്പാണ്, ആരോ കമൻറ്റിൽ പറഞ്ഞിനി ആ അടുപ്പ് നിങ്ങളാണ് നിങ്ങളെ വീടിൻ്റെ ബർക്കത്ത്, ആ അടുപ്പ് നിങ്ങൾ പൊളിച്ച് കളയരുത് കേട്ടോ പറഞ്ഞിനി. അടുപ്പ് പൊളിക്കാൻ എനിക്കിഷ്ടമല്ല കേട്ടോ. എന്തായാലും അതന്നെ മതി നമുക്ക്. അപ്പോൾ ഇനിയിപ്പോൾ കിച്ചണിലൊക്കെ വന്ന് നോക്കിയപ്പോഴേ നമ്മൾ ബാവുക്കാക്കൊന്നും ഇവിടുന്ന് ഉച്ചയ്ക്ക് ചോറൊന്നും തിന്നിട്ടില്ല കേട്ടോ. നമ്മളില്ലെങ്കിൽ അങ്ങനെയാണല്ലോ, അല്ലെങ്കിൽ തന്നെ ഒറ്റയ്ക്ക് വിളമ്പി തിന്നാൻ മടിയാണ്. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു കടിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയിനീന്ന്. അപ്പോൾ പിന്നെ ഒരു പുറത്തുനിന്ന് കഴിച്ചേക്കാണെന്ന്. അപ്പോൾ മീനൊന്നും പൊരിച്ചിട്ടില്ല ഞാൻ വന്ന് കിച്ചണിൽ നോക്കിയപ്പോൾ. അപ്പോൾ പിന്നെ ഇനി ആ മീനൊക്കെ പൊരിച്ചെടുക്കണം. പിന്നെ ചോറൊക്കെ നമ്മൾ രാവിലെ വെച്ചത് തന്നെ ഉണ്ട്. പിന്നെ എനിക്കും തന്നെ നല്ല ക്ഷീണം ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് കരുതി. അപ്പം ഇനി വേഗം മീൻ പൊരിച്ച് വെക്കട്ടെ എന്ന് കരുതി. എൻ്റെ ചിഞ്ചുമോള് ക്ലാസ് കഴിഞ്ഞ് വന്നാലേ അപ്പോൾ കുറച്ച് ചോറ് കഴിക്കും. ആ ചോറ് കഴിക്കണം തന്നെയാണ് കേട്ടോ. പിന്നെ രാത്രി ഓള് കഴിക്കൂല. പിന്നെ രാവിലെ പോയപ്പോൾ ഇന്ന് ദോശയല്ലേ കൊണ്ടുപോയിക്കുന്നത്, ചോറ് തിന്നിട്ടില്ലല്ലോ, ചോറ് കൊണ്ടുപോയിട്ടില്ലല്ലോ. അപ്പോൾ ഇന്ന് വരുമ്പോൾ എന്തായാലും നല്ല വിശപ്പുണ്ടാവും. അപ്പോൾ ഞാൻ മീനൊക്കെ പൊരിക്കാൻ വേണ്ടി വെച്ച്. പിന്നെ എനിക്ക് എൻ്റെ ക്ഷീണത്തിനുള്ള ഡ്രിങ്ക് ആട്ടോ അത്. കുറച്ച് പാലെടുത്തിട്ടുണ്ട്, ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്താണ്. പിന്നെ റാഗിപ്പൊടിയില്ലേ, മുത്താറിപ്പൊടി അറിയില്ല ചിലവർ, നമ്മൾ റാഗിപ്പൊടി എന്നാട്ടോ പറയല്. റാഗിപ്പൊടി ചോളാണ്ടിപ്പൊടിയൊക്കെ പറയും. അത് 2 സ്പൂണ് ഒഴിച്ചു കൊടുത്താണ്, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത്. പിന്നെ മധുരം ഇട്ടാലുള്ള ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് ടേസ്റ്റിന് വേണ്ടിയിട്ടല്ല, ക്ഷീണത്തിന് വേണ്ടിയിട്ടാണ്. ആദ്യം എനിക്ക് പറ്റൂല ഇനി ഉപ്പിട്ടാണ്ടൊന്നും. ഇപ്പോൾ പിന്നെ നമ്മളങ്ങനെ കുടിക്കല്ലാതെ നിവർത്തില്ലല്ലോ. അപ്പം അങ്ങനെ മധുരം ഒഴിവാക്കുകയാണ് കേട്ടോ. ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ ക്ഷീണത്തിനൊക്കെ നല്ല കുറവുണ്ടാവും. അപ്പോൾ ഞാൻ ഇപ്പോൾ അധികവും അങ്ങനെ തന്നെ കേട്ടോ. വിശക്കുമ്പോഴൊക്കെ നമുക്ക് ആദ്യമൊക്കെ എന്നാൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ അങ്ങനെ എടുത്ത് കഴിക്കും. ഇപ്പോൾ ഒന്നും തിന്നാൻ പറ്റൂല ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കുടിക്കലുണ്ട്. അത് കുടിക്കുമ്പോൾ നല്ലൊരു എനർജിയാണ് കേട്ടോ. അങ്ങനെ ക്ഷീണം കുഴപ്പമൊന്നും ഉണ്ടാവില്ല വല്ലാതെ. അപ്പോൾ അത് അവിടെ കലക്കി വെച്ചിട്ട് ഇനി ഒന്ന് കുറുക്കിയെടുക്കണം, ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ മീൻ ഇവിടെ ഫ്രൈ ചെയ്യാൻ വെച്ചിനല്ലോ. അപ്പോൾ അത് ഒരു ഭാഗം ആയിട്ടുണ്ട്. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് അപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റി വെച്ച്. അപ്പോൾ വലിയ അടുപ്പിൽ എൻ്റെ റാഗി കൊണ്ടുള്ള ഡ്രിങ്ക് ഉണ്ടാക്കുക കേട്ടോ. ഇത് തണുപ്പിച്ച് കഴിച്ചാലും നല്ല ടേസ്റ്റ് ആട്ടോ. നല്ല ടേസ്റ്റ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, മധുരം ഇട്ടാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഉപ്പിട്ടാൽ നല്ല ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പിന്നെയാണ് പറഞ്ഞാണ് കുടിച്ച, അത്രേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നോമ്പൊക്കെ അല്ലേ വരുന്നത്, എനിക്ക് ആലോചിച്ചാൽ വെച്ചോ. ഞാൻ നോമ്പ് തുറന്നാൽ 2-3 ഗ്ലാസ് ജ്യൂസ് അങ്ങോട്ട് കുടിച്ചും. എനിക്ക് പത്തിരി ഒന്നും വേണമെന്നില്ല, എനിക്ക് ജ്യൂസാണ് വേണ്ടത്. അപ്പം ഇനിയിപ്പം മധുരമായിട്ട് കുടിച്ചാൽ പറ്റില്ലെങ്കിൽ പിന്നെ എന്താ ഞാൻ കുടിച്ചത്, അതാണ് ഞാൻ ആലോചിക്കുന്നത്. വല്ലാത്തൊരു അസുഖം തന്നെയാണല്ലേ ഈ ഒരു ഷുഗർ. അപ്പോൾ എന്തായാലും റാഗിയൊക്കെ കലക്കി വെച്ചു, അതൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ മീനും ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അതും പൊരിച്ച് ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്യാണ്ട് കേട്ടോ, കുറച്ചും കൂടെ ഉണ്ട് പൊരിച്ചെടുക്കാൻ. അപ്പോൾ അതും ഇപ്പം തന്നെ ആ ചട്ടിക്കാണ് ഇട്ട് കൊടുക്കട്ടെ. എന്നാൽ പിന്നെ ഇങ്ങോട്ട് വരണ്ട. ഇനിയിപ്പം കിച്ചണാണ് പോട്ട് നമുക്ക്. ഇനിയിപ്പോൾ എനിക്ക് രാത്രി വേണമെങ്കിൽ വല്ല ഓട്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇവിടെ നനച്ചുള്ളിൻ്റെ ആറാട്ടാണ് കേട്ടോ. അതിൻ്റെ അടിയിൽ വന്നിട്ടാണ് ഈ ഒരു വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ബാക്കിയുള്ള പണികളൊക്കെ തീർക്കട്ടെ. ഇൻഷാ അല്ലാ നനച്ചുള്ളിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്